നോമ്പായിട്ട് അടുക്കളയിൽ ഇവർക്കൊക്കെ കാര്യം നോമ്പ് തുറക്കാനുള്ള സമയത്തേക്ക് അടുക്കുമ്പോഴുള്ള ഒരു വെപ്രാളമാണ് ഈ കാണുന്നതൊക്കെ. കട്ടിങ്ങും ഫ്രൈയും പിന്നെ അപ്പൻചൂരിലൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. അതിന്റെ ഇടയിലാണ് ഈ ഫോണും പിടിച്ചൊരു നൃത്തം. പരിപാടികളൊന്നും കഴിയാണ്ടായപ്പോൾ ടെൻഷനിലാണ് എല്ലാവരും കൂടി ഇങ്ങോട്ട് കളത്തിലാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഫ്താർ ടൈമിൽ നമുക്ക് ഗിഫ്റ്റ് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിന്റേതായ രീതിയിൽ കൊടുക്കണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ടേബിൾ സെറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇന്ന് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഒരു നേരം എനിക്ക് കിട്ടില്ല. പക്ഷെ നമ്മുടെ മക്കൾ അത് കൈയടിക്കട്ടോ. മാഷാ അല്ലാഹ് അവർ നല്ല രീതിയിൽ തന്നെ ടേബിൾ സെറ്റ് ചെയ്ത് അവർ എല്ലാം സെറ്റ് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് ടേബിളിലേക്ക് വന്ന് നോക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. അവർ അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ടേബിൾ അറേഞ്ച് ചെയ്ത് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഗസ്റ്റ് എത്തിയിട്ട് നോക്കിയപ്പോൾ ഞാൻ നോമ്പ് തുറക്കണേക്കാളും മുന്നേ ഞാൻ നോമ്പ് തുറന്ന് മഹാനാണ് നിൽക്കുന്നത്. ദീദിനെ കിടപ്പോൾ തല ചായ്ക്കാൻ ഒരു സ്ഥലം കിട്ടിയപ്പോൾ നേരെ തല ചായച്ചോടെ കിടന്നവൻ. മാഷാ അല്ലാഹ് നമ്മുടെ മക്കളുടെ ടേബിൾ സെറ്റിംഗ് അടയിൽ കാണുന്നത്. ഇത്ര സ്നാക്സിന് ഫ്രൂട്ട്സിന്റെ ഇടയിൽ ഈ വെള്ളയപ്പത്തിന് എന്താ കാര്യം? അങ്ങനെ മരുഭാഗം കൊടുത്ത് എല്ലാവരും കൂടി നോമ്പ് തുറന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുഡും ഒക്കെ സപ്ലൈ ചെയ്തു. കയ്യെത്താത്ത സ്ഥലത്ത് നിന്നൊക്കെ കയ്യെത്തിച്ച് സാധനങ്ങൾ എടുത്തു, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്ത് അങ്ങനെ നമ്മൾ കഴിച്ചു. നേരത്തെ വെള്ളയപ്പത്തിനൊക്കെ കഥ ഇവിടെയാണ് തുടങ്ങുന്നത്. നമ്മൾ കൊച്ചിക്കാർക്ക് കട്ട്ലേറ്റ് അല്ലെങ്കിൽ പരിപ്പട ഈ വെള്ളയപ്പത്തിനുള്ളിൽ വെച്ചിട്ട് ചുരുട്ടി കഴിക്കുന്ന സുഖം അത് വേറെ ലെവലാണ്. നമ്മൾ ഇത്ര പേര് ഇവിടെ ഇരുന്നിട്ട് ഇവർക്ക് എന്താണോ ഇത്രയും സുഖം മനസ്സിലായി. ഡൈനിങ് ടേബിൾ മനോഹരമാകുന്നതിന്റെ പിന്നിലെ കഥയാണ് ഈ കാണുന്നത്.